ദില്ലിയിൽ ചേർന്ന NDA യോഗത്തിൽ നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനം. മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഇന്നലെ രാഷ്ട്രപതിയെ കാണാനായിരുന്നു തീരുമാനമെങ്കിലും കൂടിക്കാഴ്ച നാളത്തേക്ക് മാറ്റി. JDUവും TDPയും NDAയ്ക്ക് പിന്തുണ അറിയിച്ചെങ്കിലും സഖ്യകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾക്ക് BJP വഴങ്ങിയിട്ടില്ല. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടത്താനാണ് നിലവിലെ തീരുമാനം. സർക്കാർ രൂപീകരണത്തിനായുള്ള NDAയുടെ തിരക്കിട്ട നീക്കങ്ങൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. മന്ത്രിമാരുടെ എണ്ണം, വകുപ്പ് എന്നിവയ്ക്കായി സഖ്യകക്ഷി നേതാക്കൾ വിലപേശലും ശക്തമാക്കിയിട്ടുണ്ട്. സഖ്യ നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം മന്ത്രിസഭാ രൂപീകരണം വൈകുന്നുവെന്നാണ് വിവരം. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കാനിരുന്ന മോദിയും NDA നേതാക്കളും രാഷ്ട്രപതിയെ കാണുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. രാജ്നാഥ് സിംഗും അമിത്ഷായും നദ്ദയും ചേർന്ന് സഖ്യകക്ഷികളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനത്തിലെത്തുമെന്നാണ് സൂചന. നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, ചിരാഗ് പസ്വാൻ, ഏക്നാഥ് ഷിൻഡെ, പവൻ കല്യാൺ തുടങ്ങി 20 നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന NDA യോഗത്തിൽ പങ്കെടുത്തു. നേതാക്കൾ സർക്കാർ രൂപീകരണത്തിന് പിന്തുണക്കത്ത് നൽകി. വേഗം മന്ത്രിസഭ രൂപീകരിക്കണമെന്ന് നിതീഷ് ആവശ്യപ്പെട്ടു. 7 സ്വതന്ത്ര MPമാരും BJPക്ക് പിന്തുണ നൽകിയേക്കും. ആന്ധ്രയ്ക്ക് സാമ്പത്തിക പാക്കേജും ചുരുങ്ങിയത് 3 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രിസ്ഥാനവും ഒപ്പം ലോക്സഭാ സ്പീക്കർ പദവിയുമാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യം. ബീഹാറിന് പ്രത്യേക പദവി, 2 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, 2 സഹമന്ത്രിസ്ഥാനം, റെയിൽവേ വകുപ്പ് എന്നിവയാണ് നിതീഷിൻ്റെ ആവശ്യം. ചിരാഗ് പസ്വാൻ, ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയവരും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകി. 17ാം ലോക്സഭ പിരിച്ചുവിടാനുള്ള മന്ത്രിസഭയുടെ ശുപാർശ രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ച് ഉത്തരവിട്ടു. 2ാം മോദി മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് രാഷ്ട്രപതി അത്താഴവിരുന്നും നൽകി. സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭരിക്കേണ്ടി വരുന്ന കടുത്ത പ്രതിസന്ധിയാണ് മോദിയും BJPയും നേരിടുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.